മിശിഹായിൽ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ മണിക്കൂറിൽ എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ നീതിയും ദൈവകരുണയുമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കിൽ പുറകിൽ കയറി ഞാൻ പോവുകയായിരുന്നു. വഴിക്ക് വെച്ച് പോലീസ് പിടിച്ചു. കാരണം അവൻ ഹെൽമറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. 500 രൂപ ഫൈൻ അടപ്പിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഇതിൽ വലിയ തെറ്റൊന്നുമില്ല, കാരണം നിയമം ഞാൻ പാലിക്കേണ്ടതായിരുന്നു, നിയമം ഉള്ളതാണ്, അതുകൊണ്ട് നിയമം പാലിച്ചില്ല, ശിക്ഷ ഏൽക്കേണ്ടി വന്നു, 500 രൂപ അടയ്ക്കുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ കാർ ഓടിക്കുകയായിരുന്നു. ഇവിടെ പട്ടിക്കാട് പോകുന്ന വഴിക്കൊരു ടോളുണ്ട്. അപ്പോൾ ടോളിന് കാശ് കൊടുക്കാൻ വേണ്ടി ഞാൻ സീറ്റ് ബെൽറ്റ് ഊരി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് കാശ് കൊടുത്തു. അതിനുശേഷം ഞാൻ യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് കൈ നീട്ടിപ്പിടിച്ചു. പറഞ്ഞു, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ടോൾ കൊടുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടോൾ കൊടുത്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടാൻ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ഉള്ള സത്യം പറഞ്ഞു, ഞാൻ പാൻറ്റും ഷർട്ടിലായിരുന്നു, സാറേ അബദ്ധം പറ്റിയതാണ്, ഞാൻ സാധാരണ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട്, ഞാനൊരു വൈദികനുമാണെന്നങ്ങ് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു, നിങ്ങളല്ലേ കൂടുതലൊക്കെ ശ്രദ്ധിക്കേണ്ടവർ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. ശരി ശരി, ഇനി ആവർത്തിക്കരുത്, ഈ പ്രാവശ്യം വെറുതെ വെട്ടിയിരിക്കുന്നു. അങ്ങനെ എനിക്ക് ഒരിക്കലും അർഹതയില്ലാത്ത ആ ദയ ആ പോലീസുകാരൻ എനിക്ക് നൽകി. സ്നേഹമുള്ളവരെ, ഈ 2 സംഭവങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, ആദ്യം ഹെൽമറ്റ് വയ്ക്കാത്തവന് അർഹിക്കുന്ന ശിക്ഷയാണ് കിട്ടിയത്, അല്ലേ? അതിന് തെറ്റൊന്നും പറയാനൊന്നുമില്ല. എനിക്കും അർഹിക്കുന്ന ശിക്ഷയുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ആ പോലീസുകാരൻ്റെ ദയ കൊണ്ട് ഞാൻ പിഴയടയ്ക്കാതെ ശ്രദ്ധിച്ചു. പക്ഷെ അതിനുശേഷം ആ പോലീസുകാരൻ എന്നോട് ഇത്രയും ദയ കാണിച്ചല്ലേ എന്ന് ഓർത്ത് ഞാൻ പലപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കും. സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഞാൻ യാത്ര ചെയ്യാനും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ നീതിയെപ്പറ്റിയും കരുണയെപ്പറ്റിയും ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അസ്വസ്ഥതകളും അതോടൊപ്പം തന്നെ കൺഫ്യൂഷൻസും വരാറുണ്ട്. ദൈവം കരുണയുള്ളവനാണ്, അതോടൊപ്പം ദൈവം നീതിമാനുമാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് ചോദിച്ചാൽ അർഹിക്കുന്നത് നൽകുന്നതാണ്. അതായത് ദൈവം കൽപ്പനകൾ നൽകിയിരിക്കുന്നു, ദൈവവചനം നൽകിയിരിക്കുന്നു, തിരുസഭയുടെ കൽപ്പനകളുണ്ട്. ഇതെല്ലാം നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മെ ശിക്ഷിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. കാരണം ദൈവം നിയമം നൽകിയിരിക്കുകയാണ്, കൽപ്പനകൾ നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ ലംഘിച്ചാൽ നമുക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതിനർത്ഥം നമ്മൾ കൽപ്പനകൾ തെറ്റിക്കുമ്പോൾ ദൈവശിക്ഷയ്ക്ക് അർഹരാണ്. വചനത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്, ആരൊക്കെ ദൈവത്തിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ ദൈവം ശിക്ഷാ നടപടികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചിലർ പറയും നമ്മുടെ ദൈവം നീതിമാനാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ നീതിയോടുകൂടിയാണ് ദൈവം വ്യാപരിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ അവിടെ കൂടുതൽ കരുണയാണ് കാണുന്നത്. ഇതുപോലെയുള്ള ചിന്താഗതികൾ പല സ്ഥലത്തും ഉണ്ട്. അതായത് ചിലർ പറയുന്നു ദൈവം കുറച്ചൊക്കെ നന്മ ചെയ്യുന്നു, ഇടയ്ക്കൊക്കെ ശിക്ഷിക്കുന്നു. അത് ശരിയാണോ? ഒരിക്കലുമല്ല. ഇനി വേറൊരു ചിന്തയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഭയിൽ മാസിയോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ ശിക്ഷകളാണ് കൂടുതലായിട്ട് കാണുന്നത്, അതുകൊണ്ട് പഴയ നിയമം നമ്മളങ്ങ് കട്ട് ചെയ്യണം ബൈബിളിൽ നിന്ന്. ശരിയാണ്, കട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവർ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വെളിപാടിൽ
അവിടുന്ന് ഇതാ ന്യായവിധിക്ക് മുമ്പിൽ നിങ്ങൾ നിൽക്കപ്പെടും, നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലായി വെളിപാടും ബൈബിളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ട സമയമായി. അപ്പോൾ ഏതാനും പുസ്തകങ്ങൾ മാത്രം പുതിയ നിയമത്തിലാക്കാമെന്നായി. പക്ഷേ അത് സഭ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. അത് പാഷണ്ഡതയായി കൽപ്പിക്കുകയും ഒരിക്കലുമല്ല, പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും ദൈവത്തിൻ്റെ നീതിയും കരുണയും വളരെ വ്യക്തമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി മാത്രമാണ്, കോപത്തെപ്പറ്റി മാത്രമാണ്, ശിക്ഷയെപ്പറ്റി മാത്രമാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെങ്കിൽ അത് ശരിയല്ല. ഇനി ഒരുപക്ഷെ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി മാത്രമാണ് നമ്മൾ കൂടുതൽ പ്രഘോഷിക്കുന്നതും ചിന്തിക്കുന്നതെങ്കിൽ അതും ശരിയല്ല സ്നേഹമുള്ളവരെ. കാരണം ദൈവമെന്ന് പറയുന്നത് നീതിമാനുമാണ്, കരുണയുള്ള ദൈവവുമാണ്. ദൈവം ന്യായാധിപനാണ്. അവിടെ നിന്ന് വിധിക്കുവാനായിട്ട് വരിക തന്നെ ചെയ്യും, വിധിക്കുകയും ചെയ്യും. അതിൻ്റെ സംഭവങ്ങൾ നമ്മൾ ബൈബിളിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എവിടെയാണ്? നമുക്കറിയാം, ആദ്യ മാതാപിതാക്കൾ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ വന്നപ്പോൾ അവരെ ഏദോം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശിക്ഷ നടപ്പാക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ കാണുന്നുണ്ട് നോഹയുടെ കുടുംബത്തെ, നീതിമാനായ നോഹയും കുടുംബത്തെ ദൈവം കണ്ടെത്തുകയും ആ കുടുംബത്തെയും പെട്ടകം പണിതുണ്ടാക്കി അതിൽ സംരക്ഷിക്കപ്പെട്ടവരെയും അവിടുന്ന് സംരക്ഷിക്കുന്നു. ബാക്കി എല്ലാവരെയും ജലപ്രളയത്തിൽ മരിച്ചു പോകുന്നതും കൊല്ലപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ദൈവം വ്യക്തമായിട്ട് നീതി നടപ്പാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നീതി നടപ്പാക്കുന്നു. പക്ഷേ ഈ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിലായിക്കോട്ടെ ദൈവത്തിൻ്റെ കരുണ കാണാനും നമുക്ക് സാധിക്കും. ഇസ്രായേൽ ജനം യഹോവയോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഞങ്ങളെ ഈ ഫറവോന്റെ കീഴിൽ നിന്ന്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ദൈവം അവരുടെ മേൽ കരുണ ചൊരിയുന്നു, മനസ്സലിയുന്നു, മോശയെ തെരഞ്ഞെടുക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ്. വഴിമധ്യേ മോശ മരിക്കുന്നുണ്ട്, എങ്കിലും ദൈവം കൈവിടുന്നില്ല. ജോഷുവയിലൂടെ മുന്നോട്ട് നയിക്കുകയാണ്, ദൈവം കരുണ കാണിക്കുക. വീണ്ടും ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നിനവേലെ നിവാസികൾ അവർ പാപത്തിലാണെന്നറിയാം. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി യോനാ പ്രവാചകനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ദൈവത്തിനെ ശിക്ഷിക്കാനാണെങ്കിൽ ഒറ്റയടിക്ക് ശിക്ഷിക്കാമായിരുന്നു, പക്ഷേ അവിടെയും നീതി കാണിക്കുന്നുണ്ടെന്ന്, അതോടൊപ്പം കരുണയും കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ നീതിയെപ്പറ്റിയും കരുണയെപ്പറ്റിയും നമുക്ക് വ്യക്തതയുണ്ടാവണം. ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാക്കുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവർത്തികൾക്ക് അനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഒരു സംശയമില്ല, നമ്മൾ തെറ്റുകൾ ചെയ്താൽ നമുക്ക് ശിക്ഷ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള എല്ലാ അർഹതയുണ്ട്. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനൊന്നും സാധിക്കുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദൈവം കരുണയാണ്, ദൈവം കരുണയാണെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി വലിയ ബോധ്യമുണ്ടാവണം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ അച്ഛൻ വന്നിട്ട് പേടിപ്പിക്കുകയാണല്ലോ ദൈവത്തിൻ്റെ കോപത്തെ പറ്റിയൊക്കെയൊന്നും. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് കേൾക്കണം, അപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തേത് മാത്രം കേട്ടിട്ടുണ്ടെങ്കിൽ പറയും, ആ അച്ഛൻ ദൈവത്തിൻ്റെ കോപത്തെപ്പറ്റി മാത്രമാണ് സംസാരിച്ചതെന്ന് പറയും. തുടരുകയാണ് സ്നേഹമുള്ളവരെ, നമ്മൾ കാണുകയാണ് പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് കൃത്യമായിട്ട് വചനത്തിലൂടെ പറയാണ്, ഞാൻ ആരൊക്കെ ശിക്ഷിക്കും. അവിടുന്ന് കൃത്യമായിട്ട് പറയാണ്, ചീത്ത കൂട്ടുകെട്ടുകൾ കൂടുന്നവർ, ദൈവഭയം ഇല്ലാത്തവർ, നിയമനിഷ്ഠ ഇല്ലാത്ത വർഗം, സംഘം ചേർന്ന് പാപം ചെയ്യുന്നവർ, അനുസരണയില്ലാത്ത ജനത, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തോട് മത്സരിക്കുന്നവർ, അഹങ്കാരികൾ, നാശം വിതയ്ക്കുന്നവർ, കലാപം നടത്തുന്നവർ, ദുശാഠ്യക്കാർ,
ഇവർക്കെല്ലാം ശിക്ഷ നൽകപ്പെടും. 12-ാം പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ഇതിലുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടും. ഇനി 16-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്, പ്രവർത്തികൾക്ക് അനുസരണമായി മനുഷ്യനെ വിധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കുക, നമ്മൾ ചെയ്യുന്ന തെറ്റിനൊക്കെ ശിക്ഷ സ്വീകരിക്കേണ്ടവരാണ്. അത് ദൈവം നടപ്പാക്കുകയും ചെയ്യും. ദൈവം നീതിമാനുമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ദൈവം നീതിമാനാണ്, ദൈവം ശിക്ഷിക്കുമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം വചനത്തിലൂടെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ദൈവം നീതിമാനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണ നീതിക്ക് മുന്നിൽ വഴിമാറുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ നീതിക്ക് മുന്നിൽ വഴിമാറിക്കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ സ്ഥായി സ്വഭാവം തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളെല്ലാം തെറ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടവരുണ്ട്. പക്ഷേ ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം, മനുഷ്യൻ തെറ്റുകൾ ചെയ്ത് പാപത്തിൽ വീണ് അവരുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് പ്രായശ്ചിത്തം നടത്തി രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. ഇതാ സ്വർഗത്തിൽ ഒരു സമ്മേളനം ദൈവപിതാവ് വിളിച്ചു കൂട്ടുകയാണ്. ഇതാ ദൈവപിതാവ് എല്ലാവരും വിളിക്കുന്നു, വിശുദ്ധന്മാരും മാലാഖന്മാരും യേശുവൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്, ഇതാ ഞാൻ സ്നേഹിച്ച് സൃഷ്ടിച്ച എൻ്റെ മക്കൾ ഭൂമിയിൽ പാപം ചെയ്യുന്നു. അവരെ പലപ്പോഴും തെറ്റിൽ നിന്ന് പിന്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്രവാചകന്മാരെ എല്ലാം അയച്ചു. പക്ഷേ അവർ പിന്തിരിയുന്നില്ല പൂർണ്ണമായിട്ട്. അവരെ എനിക്ക് രക്ഷിക്കണം. ആരുണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകുവാൻ? നിശബ്ദത, ആരുമൊന്നും മിണ്ടുന്നില്ല. വീണ്ടും ദൈവം ചോദിക്കുകയാണ്, എൻ്റെ മക്കൾ പാപം ചെയ്ത് നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഞാൻ സ്നേഹിക്കുന്നു. അവരെൻ്റെ പ്രിയപ്പെട്ടവരാണ്. അവരെ രക്ഷിക്കുവാൻ ആർക്ക് സാധിക്കും? ആരുണ്ട് പോകുവാൻ എന്ന് പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ്. വീണ്ടും നിശബ്ദത. വീണ്ടും ഹൃദയം തുറന്ന് കൂടുതൽ സ്നേഹത്തോട് പിതാവായ ദൈവം ചോദിക്കുകയാണ്, എൻ്റെ മക്കൾ പാപത്തിൽ തന്നെ വീണ് നശിച്ചു പോകരുത്. അവർ രക്ഷിക്കപ്പെടണം. അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ ആരുണ്ട് സ്വർഗത്തിൽ നിന്ന് പോകുവാൻ? ഞാനുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ പുത്രനായ യേശു പറയുകയാണ്, പിതാവായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി എന്നെ ഭൂമിയിലേക്ക് അയച്ചാലും. പിതാവായ ദൈവം പറയുന്നു, മോനെ, നീ ഭൂമിയിലേക്ക് പോകുമ്പോൾ നിന്നെ കാത്തിരിക്കുന്നത് വലിയ കഷ്ടപ്പാടുകളും കുരിശുമരണങ്ങളും വലിയ വേദനകളുമാണ്. നിനക്ക് അതിനെപ്പറ്റി അറിയാമോ? പുത്രനായ ഈശോ പറയുന്നുണ്ട്, അറിയാം പിതാവേ, നിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറാണ്. വീണ്ടും പിതാവായ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, നിന്നെ കാത്തിരിക്കുന്ന മുൾമുടി, നിന്നെ കാത്തിരിക്കുന്ന ചാട്ടവാറ്, നിന്നെ കാത്തിരിക്കുന്ന കുരിശുമരണം, പീഡാസഹനങ്ങളും, അതിനെപ്പറ്റി നിനക്ക് ബോധ്യമുണ്ടോ? പിതാവായ ദൈവമേ, എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എന്നെ അയച്ചാലും. സ്നേഹപിതാവിന് സന്തോഷമായി. അവിടുന്ന് ഗബ്രിയേൽ ദൂതനോട് പറയുന്നു, ഗബ്രിയേൽ ദൂതൻ നസ്രത്തിലെ മറിയമെന്ന സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതാ അവിടുന്ന് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുന്നു. അങ്ങനെ പരിശുദ്ധ മറിയത്തിൽ വചനം ഗർഭം ധരിച്ച്, യേശുവിനെ ഗർഭം ധരിച്ച് ഇതാ ഭൂമിയിൽ രക്ഷകന്റെ വരവിന് വേണ്ടിയുള്ള ആഗമനം ആരംഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പറഞ്ഞു വന്നത്, നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുവാനായിട്ട് പിതാവായ ദൈവം കണ്ടുപിടിച്ച സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ വലിയ അടയാളമാണ് യേശു. സ്നേഹമുള്ളവരെ, യേശുവിലാണ് പിതാവായ ദൈവത്തിൻ്റെ നീതിയും
കരുണയും ഒന്നിച്ചു നിൽക്കുന്നത്. അവിടെയാണ് കുരിശുമരണത്തിലാണ് സ്നേഹമുള്ളവരെ പിതാവായ ദൈവത്തിന്റെ നീതിയും സ്നേഹവും കരുണയും പൂർണ്ണമായി ഈ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് മനസ്സിലാക്കുക, കാൽവരിയിലെ കുരിശുമരണം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ നീതിയും പിതാവായ ദൈവത്തിന്റെ കരുണയും സംഗമിക്കുന്ന ഏറ്റവും പുണ്യമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ 12:47 പറയുന്നു, യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കുന്നതിനല്ല, രക്ഷിക്കുവാനാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 13:1 പറയുന്നു, ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. വീണ്ടും 1 യോഹന്നാൻ 4:9 പറയുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു, പാപപരിഹാരമായി സ്വന്തം പുത്രനെ അവിടുന്ന് ഈ ലോകത്തിന് നൽകി. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇത്രയും നേരം അച്ഛൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ദൈവം നീതിമാനാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നീതി നടപ്പാക്കുവാൻ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് ഏറ്റുവാങ്ങുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യവുമാണ്. പക്ഷെ നമുക്കറിയാം, ദൈവത്തിൻ്റെ കരുണ നീതിക്ക് മുന്നിൽ വഴിമാറുന്നു. അതിന് ദൈവം ഏറ്റവും കൂടുതലായി തൻ്റെ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ പദ്ധതിയാണ് യേശു ക്രിസ്തുവിൻ്റെ വരവും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും പീഡാസകനം. ആ യേശുവിലൂടെയാണ് നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരുണ കൂടുതലായിട്ട് അനുഭവിക്കുന്നതും നമ്മൾ രക്ഷിക്കപ്പെട്ടതും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, കാറ്റീസം പഠിപ്പിച്ചിരുന്ന സമയത്ത്, തിയോളജിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി, അവന് പനിയൊക്കെയായി കുറച്ച് ദിവസം വീട്ടിലായിരുന്നു. അപ്പോൾ പനിയൊക്കെ മൂർച്ഛിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, നീ പോയി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അവൻ ബ്ലഡ് കൊണ്ടുപോയി കൊടുത്തു. അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാനൊന്നും പോയി ഒന്നുമില്ല. അവൻ എൻജിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നേരിട്ട് വിളി വന്നു. എത്രയും പെട്ടെന്ന് ഈ മകൻ ഹോസ്പിറ്റലിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞു. സാറിന് ബ്ലഡ് കൊടുത്ത് ചെക്ക് ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ വിളിക്കുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ അമ്മയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വന്നായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ മകനെ കോളേജിൽ നിന്ന് വിളിപ്പിച്ച് അവനെ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. അവൻ തന്നെ ബൈക്ക് ഓടിച്ചാണ് ചെല്ലുന്നത്. സ്നേഹമുള്ളവരെ, അവൻ ചെന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തളർന്ന് അവൻ വീഴുകയാണ്. ആ കൂടുതൽ ചെക്കപ്പിൽ മനസ്സിലായി അവൻ്റെ 2 കിഡ്നിയും ഫെയിലിയറാണ്, പ്രവർത്തിക്കുന്നില്ല. അവൻ വണ്ടി ഓടിച്ച് പോയതാ, 1 മണിക്കൂറിനുള്ളിൽ അവൻ അവിടെ ചെന്ന് തളർന്ന് വീഴുകയാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് അല്പം കൂടി വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത എമർജൻസിയിലേക്ക് അവൻ ഏറ്റവും മാരകമായ അവസ്ഥയിലേക്ക് അവൻ നീങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, ഡോക്ടർമാർ ചെക്കപ്പിൽ നിന്ന് മനസ്സിലായി 2 കിഡ്നിയും ഫെയിലിയറാണ്, കിഡ്നി മാറ്റിവെക്കണം. അവൻ്റെ അപ്പൻ റെഡിയായി, പക്ഷേ മാച്ചിങ്ങും നമുക്കറിയാം ഒത്തിരി ടെസ്റ്റുകളൊക്കെ നടത്തിയാണ് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ വികാരിച്ചൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇടവക പുത്രന് ഞാൻ എൻ്റെ കിഡ്നി കൊടുക്കുവാൻ തയ്യാറാണ്. അങ്ങനെയും പറഞ്ഞ് ആ അച്ഛൻ വികാരിച്ചൻ ഹോസ്പിറ്റലിൽ പോകുന്നു, വേണ്ട ചെക്കപ്പ് നടത്തുന്നു, അത് വളരെ രീതിയിൽ യോജിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ വികാരിച്ചൻ്റെ 1 കിഡ്നി ഈ മകനിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിനുശേഷം ഒരു കുഴപ്പമില്ലാതെ 4-5 വർഷമായിട്ടുണ്ട്. അവനിപ്പോൾ വിദേശത്തും അവൻ ജോലി ചെയ്യുകയാണ്. അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആൻഡോ എന്ന് പറയുന്ന ഒരു മകനാണ്. അവൻ പറയുന്നതാണ്, എനിക്ക് ഒരിക്കലും അർഹിക്കാത്ത വലിയ ദാനമാണ് എൻ്റെ വികാരിച്ച് നൽകിയത്.
ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. കാശുണ്ടായാലും കാര്യമില്ല, ആ വികാരിച്ചം കാണിച്ച വലിയ ദയ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മളും യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യേശുവിൻ്റെ കരുണ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ കുരിശിൽ നിന്നായിരിക്കണം. നമുക്ക് ചോദിക്കുവാനോ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുവാനുള്ള എല്ലാ അവസ്ഥയിൽ നിൽക്കുമ്പോഴും യേശു നമുക്ക് വേണ്ടി പീഡ സഹിച്ചു. അവിടുന്ന് ദൈവത്തിൻ്റെ എല്ലാ ശക്തിയും പുറത്തെടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ ദൈവമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ കുരിശോളം താഴ്ത്തിക്കൊണ്ട് എല്ലാ പീഡാസഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് എല്ലാ യാതനകളും സ്വീകരിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്താ? ആഹാരമാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവവചനം തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന്. അതോ സ്വാതന്ത്ര്യമാണ്? ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുവാനാണ് ആഗ്രഹം. എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ചാലും മനുഷ്യർ കുറച്ച് കഴിയുമ്പോൾ സങ്കടപ്പെടുന്നു. ഇതൊന്നുമല്ല, ഇതിനപ്പുറമായിട്ട് എന്തോ കാര്യമുണ്ടെന്നൊക്കെ തിരിച്ചറിയുകയാണ്. അപ്പോൾ എന്തായിരിക്കും ദൈവത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്, വാങ്ങിക്കുന്നതും? സ്നേഹമുള്ളവരെ, ക്ഷമയാണ്. കാരണം എന്താ? നമ്മളെപ്പോഴും തെറ്റുകൾ ചെയ്യുന്നവരാണ്. ദൈവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ ചോദിക്കേണ്ടതും എന്താണ്? ദൈവത്തിൻ്റെ ക്ഷമയാണ്. ദൈവമേ കരുണയായിരിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. സ്നേഹമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക് യേശുവിനോട് ക്ഷമ അല്ലെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പരിഹാരം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ചുമ്മാ ചെന്ന് ദൈവത്തോട് ക്ഷമയൊന്നും ചോദിക്കാൻ പറ്റില്ല. ക്ഷമ ചോദിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്യണമെന്ന് പറയും. പക്ഷേ നമുക്കറിയാം, യേശു നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി അവിടുന്ന് പ്രായശ്ചിത്തം അവിടുന്ന് യേശു എല്ലാം ഏറ്റെടുത്തു. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ യേശു എനിക്ക് എൻ്റെ പീഡകളെല്ലാം സഹിച്ചതല്ലേ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാമല്ലോ, ജീവിക്കാമല്ലോ. യേശു എനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, യേശു കരുണാമയനാണ്, ഇനി എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ജീവിക്കാം, അതിന് ഒരു തെറ്റുമില്ല എന്നുള്ള ഒരു തെറ്റായ ചിന്ത ഒരുപക്ഷെ നമ്മളിലേക്ക് കടന്നു വരും. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 1:7 പറയുകയാണ്, നമുക്ക് യേശു ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അതായത് യേശുവിൻ്റെ പീഡാസഹനം വഴി, യേശുവിൻ്റെ തിരുരക്തം വഴി നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. ഇനി ഈ രക്ഷ നമുക്ക് എങ്ങനെയാണ് നേടുവാൻ സാധിക്കുന്നത്? വീണ്ടും 1 യോഹന്നാൻ 2:2 ഇങ്ങനെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാകുന്നു, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഹല്ലേലൂയ. മനസ്സിലാക്കുക, യേശു നമുക്ക് വേണ്ടി മരിച്ചു, പീഡ സഹിച്ചു, നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾ നിറയുന്നതിന് വേണ്ടി എന്ന് കരുതി നമുക്ക് തോന്നിവാസം ജീവിക്കാനുള്ളവരല്ല. ഈ കരുണാനുഭവ കൺവെൻഷനിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മുടെ ചിന്തയിലേക്ക് തെറ്റായ ചിന്ത കൊണ്ടുവരരുത്, കുമ്പസാരിച്ച മതി, ദൈവം കരുണാമയനാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാമെന്നല്ല. മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തിൽ നിന്ന് കരുണ നേടുന്ന രീതി എന്ന് പറയുന്നത് 3 തലത്തിലാണ്. 1 ചിന്തയിലൂടെ, 2 വാക്കിലൂടെ, 3 പ്രവൃത്തിയിലൂടെ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ചിന്തയിലൂടെ എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം പറയുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്ക് പാപത്തെ പറ്റി ലജ്ജ വേണം, കുറ്റബോധമല്ല. കുറ്റബോധം എന്ന് പറയുന്നത് ഞാൻ വലിയ തെറ്റ് ചെയ്തു, ദൈവം എന്നോട് ക്ഷമിക്കില്ല, ഞാൻ വലിയ പാപിയാണെന്നും കറഞ്ഞ് കുമ്പസാരിച്ചാലും തെറ്റുകളൊന്നും ആയില്ല എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന അതല്ല. ലജ്ജ എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമുള്ളവരെ, എൻ്റെ ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിച്ച് ജീവൻ ബലി കഴിച്ച് ഞാൻ തെറ്റിലായിരുന്നിട്ടും എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നോട് സ്നേഹവും കാരുണ്യവും വാത്സല്യവും ചൊരിഞ്ഞ് എന്നെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ തിരസ്കരിച്ചുകൊണ്ട്
ഞാൻ എൻ്റെതായ വഴികളിൽ പോയി ജീവിച്ച് ദൈവത്തിൻ്റെ പുത്രനും പുത്രിയും എന്നുള്ള വിളിക്ക് പോലും അർഹതയില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ് ലജ്ജ എന്ന് പറയുന്നത്. അതായത് ദൈവത്തെ മറന്ന് ജീവിച്ചത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥിതിയിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും അല്ല ലജ്ജ എന്ന് പറയുന്നത്. ദൈവം നമുക്ക് വലിയ സ്ഥാനം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വന്തം പൈതങ്ങളാണ് നമ്മൾ. അവിടുത്തെ പുരോഹിത ജനത്തിൽപ്പെട്ട മക്കളാണ് നമ്മൾ. നമ്മളെ എല്ലാവരും ദത്തെടുത്ത് നമ്മളെ ദൈവം പ്രത്യേകം സംരക്ഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പാപത്തിൻ്റെ കുഴിയിലാണ്. ഈ ലജ്ജ ധൂർത്തുപുത്രനുണ്ടായി. ധൂർത്തുപുത്രന് യഥാർത്ഥത്തിൽ മാനസാന്തരത്തിൻ്റെ അവസ്ഥ എപ്പോഴാണ് സ്നേഹമുള്ളവരെ തുടങ്ങിയത്? അവൻ ഒരുപക്ഷെ നല്ല ഭക്ഷണം കിട്ടി അവൻ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പണിയെടുത്ത് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ അവന് മാനസാന്തരം ഉണ്ടാവുമെന്ന്. അവൻ പന്നിക്കൂട്ടിൽ പന്നി കഴിച്ചിരുന്ന, നമുക്കറിയാം പന്നിയൊക്കെ കഴിക്കുന്നത് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളതും അത്ര നല്ലതൊന്നുമല്ല. ആ ഭക്ഷണം കഴിക്കാൻ പോലും, അല്ലെങ്കിൽ തവിടും അല്ലെങ്കിൽ മൃഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ലജ്ജ വന്നു കയറി. എന്താണ്? അയ്യോ ഇത് മോശമാണെന്നുള്ള രീതിയിലല്ല, ഈ ഭക്ഷണം മോശമായി എന്നതുകൊണ്ടുള്ള ലജ്ജയല്ല. അവൻ ഓർത്തു, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ അവിടുത്തെ വേല ചെയ്യുന്നവർ പോലും സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്. ദൈവമേ, ഇത്രയും വലിയ സുഖവും സ്നേഹവും കരുണയും സ്നേഹപിതാവിൻ്റെ ഞാൻ അനുഭവിച്ചിട്ടും ഞാൻ ആ സ്നേഹപിതാവിനെ മറന്ന് ഈ അവസ്ഥയിൽ വന്നു ചേർന്നല്ലോ. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയും കൂടിയാണ്. ഇന്ന് പലർക്കും ലജ്ജാകരമായ അവസ്ഥയിലെത്തിയാലും ആ അവസ്ഥയെപ്പറ്റി ലജ്ജിക്കുന്നില്ല. നീ ഒരു കത്തോലിക്കനാണ്, മാമോദിസ സ്വീകരിച്ച വ്യക്തിയാണ്, കൂദാശകൾ സ്വീകരിച്ച വ്യക്തിയാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയാണ്. നിന്നെ എപ്പോഴും പാപത്തിലേക്ക് വീടുവാൻ അല്ലെങ്കിൽ ഉന്തി തള്ളിടുവാൻ വേണ്ടിയല്ല ദൈവം നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ചത് എന്നുള്ള ചിന്ത വരുമ്പോൾ സ്നേഹമുള്ളവരെ, പാപത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. ഈ അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ദൈവത്തോട് നമുക്ക് മാപ്പ് അല്ലെങ്കിൽ ദയ ചോദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഇന്നും ഫ്രാൻസിസ് മാർപ്പാപ്പൻ എടുത്തു പറയുകയാണ്, അവിടുത്തെ എഴുതിയ ദ നെയിം ഓഫ് ഗോഡ് ഈസ് മേഴ്സി. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്ന് പലരും മന്ത്രവാദികളുടെയും ക്ഷുദ്രജീവികളുടെയും അല്ലെങ്കിൽ പല കൈനോട്ടുകാരുടെയൊക്കെ അടുക്കിലേക്ക് ഓടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി തിരിച്ചറിയുന്നില്ല. രക്ഷ നേടുന്നത് ഇതുപോലുള്ള ചില വ്യക്തികളിൽ നിന്നാണ്. രക്ഷ നേടുവാനായിട്ട് ഞാൻ കണ്ടെത്തുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വഴികളല്ലാത്ത സ്ഥലങ്ങളിലൂടെ പോകുവാൻ ഓടുകയാണ്. അതുകൊണ്ടാണ് ആദ്യമേ ഈ മനസ്സിലേക്ക് കൊണ്ടുവരണം, നമ്മൾ പാപത്തിൻ്റെ വഴിയിൽ വീണ് കിടന്ന് ദൈവം ആഗ്രഹിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ലജ്ജിക്കണം. ഈ ലജ്ജയെ അനുതാപമെന്നും പറയാം. ദൈവമേ, എന്നെ അനുതാപത്തിലേക്ക് നയിക്കണമേ, എന്നെ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച് തിരിച്ചു വരുവാനുള്ള ഒരു അനുഭവം നൽകണമേ. അവിടെയാണ് നമുക്ക് ഇനി ഞാൻ പാപം ചെയ്യില്ല, പാപം ചെയ്യാതിരിക്കാൻ ഞാൻ പ്രതിജ്ഞയെടുക്കും എന്നുള്ള വലിയ തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്.